കോഴിക്കോട് കക്കയം പെരുവണ്ണാമൂഴി ഡാമുകൾ തുറന്നതിനെ തുടർന്ന് ചങ്ങരോത്ത് പഞ്ചായത്തിൽ വെള്ളപ്പൊക്കം രൂക്ഷം. കുറ്റ്യാടി പുഴയുടെ തീരങ്ങളിലാണ് കൂടുതലും വെള്ളം കയറിയത്. കടിയങ്ങാട് LP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. നരിമംഗലം ഭാഗത്ത് റോഡിൽ വെള്ളം കയറിയത് മൂലം 20ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. ഇവരുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഡാമുകൾ തുറന്നതിന് പിന്നാലെ ഈ ജലം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഏതെല്ലാം പ്രദേശത്താണ് പ്രത്യേകിച്ച് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്, വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്, ജനജീവിതം എത്രത്തോളം ദുസ്സഹവുമാണ്? KP കോഴിക്കോട് കക്കയം പെരുവണ്ണാമൂഴി ഡാമുകളാണ് തുറന്നിരിക്കുന്നത്. ഈ ഡാമുകളിൽ ഉൾക്കൊള്ളാവുന്നതിലും അധികം വെള്ളം വന്നതിനെ തുടർന്നാണ് ഡാമുകളുടെ 2 ഷട്ടറുകൾ വീതം ഉയർത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ ഡാമുകൾക്ക് ചുറ്റും താമസിക്കുന്ന, ഈ പുഴയോട് ചേർന്ന് താമസിക്കുന്ന വൃഷ്ടിപ്രദേശത്തെല്ലാം തന്നെ ക്രമാതീതമായി വെള്ളം ഉയരുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് കുറ്റ്യാടി പുഴയുടെ തീരപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരിലേക്ക് വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശത്തെ ആളുകളെയൊക്കെ അല്പം മുമ്പാണ് ഈ സ്ഥലത്ത് നിന്ന് മറ്റൊരു ഇടത്തേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. പലരും ബന്ധുവീട്ടിലേക്ക് പോയിട്ടുണ്ട്. പ്രദേശത്ത് കടിയങ്ങാട് LP സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഇപ്പോൾ പലരും കഴിയുന്നത്. അതുപോലെ തന്നെ മഹിമ കൊള്ളക്കണ്ട ഭാഗത്തെ താമസക്കാരായിട്ടുള്ള, അതായത് ഈ കുറ്റ്യാടി ഭാഗത്തെ താമസക്കാരായിട്ടുള്ള 4ഓളം കുടുംബങ്ങളാണ് ഇവിടെ അല്പം മുമ്പ് അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുള്ളത്. 14ഓളം പേർ ഈ ക്യാമ്പുകളിൽ ഇപ്പോഴും കഴിയുന്നുണ്ട്. എന്നാലും ഈ പുഴയുടെ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകളെയാണ് ഏറ്റവും അധികം ഈ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നത്. ഈ കക്കയം പെരുവണ്ണാമൂഴി ഡാമുകൾ തുറന്നതിന് പിന്നാലെയാണല്ലോ ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യം ഉണ്ടായത്. അതായത് ഈ ഡാമുകൾ തുറക്കുന്നതിന് മുമ്പ് കൃത്യമായ നിർദ്ദേശം നൽകിയില്ലേ, ജാഗ്രതാ നിർദ്ദേശം നൽകിയില്ലേ? അതായത് ഏതെങ്കിലും തരത്തിലുള്ള അലംഭാവം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? അതുതന്നെയാണോ ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്? അതായത് KP, ഈ ഡാമുകൾ തുറക്കുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഈ പ്രദേശത്തെ ആളുകൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും ഈ പ്രദേശത്ത് നേരിട്ടെത്തി അധികൃതരുടെ ഒരു ഇടപെടൽ ഈ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഡാമുകൾ തുറക്കും, വെള്ളം ക്രമാതീതമായി ഉയരും എന്ന് ആ പ്രദേശവാസികൾക്ക് നേരത്തെ തന്നെ അറിയാം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ മഴ ശക്തമായതോടുകൂടി പലരും സ്വയമേധയാ തന്നെ കയ്യിലുള്ളതും വീട്ടിലുള്ള സാധനങ്ങളും ഒക്കെയായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ കൃത്യമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഡാം തുറന്ന സാഹചര്യത്തിലാണ്, വെള്ളം ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിലാണ് പലരെയും ഈ ബോട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നത്. കൃത്യമായി ഈ അധികൃതർ ആ സ്ഥലത്തേക്ക് എത്തുകയും ഇവരെ ഇത്തരത്തിൽ ഡാം തുറക്കുന്നതിന് മുന്നറിയിപ്പുണ്ട്, കൃത്യമായി മാറണം എന്നുള്ളൊരു നിർദ്ദേശം നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഡാം തുറന്നതിന് ശേഷം ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിലേക്കൊക്കെ കടക്കേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്തെ കുറ്റ്യാടി ഭാഗത്തൊക്കെ വലിയ വെള്ളപ്പൊക്ക ഭീഷണിയാണ് നിലനിൽക്കുന്നത്. ആളുകൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും സുരക്ഷിതരാണ്. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു ജാഗ്രത വരും മണിക്കൂറുകളിലും തുടരണം. കോഴിക്കോട് പല ഭാഗത്തും ഇപ്പോഴും ശക്തമായ മഴ തുടരുകയും ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ. KP, ശരി. കോഴിക്കോട് കക്കയം പെരുവണ്ണാമൂഴി ഡാമുകൾ തുറന്നതിനെ തുടർന്ന് ചങ്ങരോത്ത് പഞ്ചായത്തിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി കഴിഞ്ഞു. കുറ്റ്യാടി പുഴയുടെ തീരങ്ങളിലാണ് കൂടുതലും വെള്ളം കയറിയിരിക്കുന്നത്. കടിയങ്ങാട് LP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. നരിമംഗലം ഭാഗത്ത് റോഡിൽ വെള്ളം കയറിയത് മൂലം 20ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സന്നിധാനത്തെ വനമേഖലകളിൽ മഴയ്ക്ക് ശമനം. സ്വാമി അയ്യപ്പൻ റോഡിലും വൻ നാശനഷ്ടമാണുണ്ടായത്. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണു, മരങ്ങളും ചില്ലകളും ഒടിഞ്ഞു വീണു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, വനമേഖലയിലെ മഴയ്ക്ക് അല്പം ശമനം ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഈ മേഖലകളിലെ ഈ അപകട സാധ്യത, ഒപ്പം മരങ്ങളടക്കം പൊട്ടിവീണ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയും നീക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെ പുരോഗമിക്കുകയാണ്?